വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അതാണ് ഞാൻ പറഞ്ഞൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എന്ന് കേട്ടോ. അപ്പോൾ പരമാവധി ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാവിലത്തെ കുറച്ച് പണികളെന്ന് പറയുമ്പോണ്ടല്ലോ, ചായക്കുള്ള പലഹാരം ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, കാരണം വേറെ ഒന്നുമല്ല, പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് പോയിട്ട് വരുമ്പോൾ കുറച്ച് പൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ചളവറക്ക് എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നൂൽപുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴത്തേന് വേഗം ചോറിനുള്ള തീയൊക്കെ കത്തിച്ചു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ തിളയ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ പലഹാരമൊക്കെ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ അതിലേക്കുള്ളത്. നമ്മൾ വന്ന ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ അത്. അന്ന് ഭയങ്കര തിക്കും തിരക്കായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ വീഡിയോ അല്ല, ഇതൊരു എന്താ പറയുക, വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ എന്നാണ് അപ്ലോഡാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുക്കറിൽ കിച്ചുവിന് കൊണ്ടുപോകാനുള്ള ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതുപോലെ പൊട്ടറ്റോ അരിഞ്ഞെടുത്തിട്ട് അത് മസാല ആക്കി വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. നൂൽപുട്ടും മുട്ടക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കാനായിട്ടിരുന്നു. അന്നെന്താ വീഡിയോ എടുക്കാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 8 മണി 8:30 ആ ഒരു സമയത്താണ് കേട്ടോ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കിച്ചന് 9 മണിക്ക് വണ്ടി വരും ചെയ്യും. ഞങ്ങൾ അവന് ഇവിടുന്ന് കഴിക്കാനുള്ള സംഭവം ദോശയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ വീട്ടിൽ നിന്ന് അവിടുന്ന് ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്നിടുമ്പോൾ തന്നെ അവന് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ഞാൻ വേഗം അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ ഇത് വ്യാഴാഴ്ച എടുക്കണ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ അത് ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏട്ടന് വർക്കുണ്ട്, ഏട്ടൻ പോയി, കിച്ചു പോയി. അപ്പോൾ ഞാൻ തുണികളൊക്കെ തിരുമ്പാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കിച്ചുവിനെ ഞാൻ പറഞ്ഞു വിട്ടതിന് ശേഷം തന്നെയാണ് കേട്ടോ തുണികളൊക്കെ എന്താ പറയുക തിരുമ്പിയിടാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ വണ്ടി വരലും എൻ്റെ തിരുമ്പലും എല്ലാതും ഒരുമിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവനെ പറഞ്ഞ് വിട്ട് സാവധാനമാണ് ഞാൻ അതിനൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ തുണികൾ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ തുണികളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ട് കേട്ടോ തുണികൾ തിരുമ്പാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കറി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയും പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും കിഴങ്ങും എല്ലാം ഇട്ടിട്ട് ഒരു കുമ്പളങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് പച്ചക്കറി പരിപ്പും ഒക്കെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിക്കണത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അങ്ങനെ കൂട്ടാൻ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം. ഉരുളക്കിഴങ്ങ് വറുത്തത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. നമ്മൾ വീട്ടിൽ പോയപ്പോൾ തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു ദിവസം തന്നെ പോയി നിന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ പോണേൻ്റെ തലേ ദിവസം തുടച്ചതാണ് കേട്ടോ. പിന്നെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസമായി ഇന്നേക്ക്. അപ്പോൾ ഒന്നൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് തുടയ്ക്കാനായിട്ട്. പിന്നെ മാറാലൊന്നും വലിയ കാര്യമായിട്ടില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പം തട്ടണില്ല കേട്ടോ, കാരണം ഇപ്പം എല്ലാത്തിനും കൂടിയുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടൊരു ദിവസം കണ്ടെത്തിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെറുതെ ആകൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വേഗം ഒന്ന് ഓഫാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടിച്ച് വാരിയോടത്തേക്ക് വീണ്ടും പൊടി മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫാനൊക്കെ ഒന്ന് വേഗം ഓഫാക്കി കൊടുത്ത് ഒക്കെ അടിച്ച് വാരി എടുത്തു കേട്ടോ. അതിന് ശേഷം തുടയ്ക്കാനുള്ള കോലും കുന്തൊക്കെ എടുത്തിട്ടുണ്ട്, തുടയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആദ്യം അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അടുക്കള ഭാഗമാണ് കേട്ടോ ആദ്യം തന്നെ തുടയ്ക്കണത്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അംഗനവാടിക്കൊന്നും പോകണില്ല കേട്ടോ, കാരണം ഇന്നൊരു ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നുള്ള വിടണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോണ വഴിക്ക്, ഞങ്ങൾ അംഗനവാടിക്ക് പോണ വഴിക്ക് നിറയെ ചളിയും ചേറും നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഗട്ടറുള്ള റോഡ് കാരണം ഒരുപാട് ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവളെ വിടണില്ല. പിന്നെ പോകാനും വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും മഴയൊക്കെ പെയ്യുമ്പോൾ കേട്ടോ. അത് കാരണം കൊണ്ട് ഇന്ന് അവളെ വിടണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴിക്ക് വീഴുന്നു പറഞ്ഞപ്പോൾ അവൾ വേഗം മേലെ കയറി ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ ബുക്കും കൊടുത്തിട്ടുണ്ട്, ബുക്കും ഒരു പെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെ കുത്തി വരച്ചിട്ടിരിക്കുന്നുണ്ട് ആൾ. ആ ഗ്യാപ്പിൽ ഞാൻ വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ടൈലായ കാരണം കൊണ്ട് തന്നെ നിലത്തിറങ്ങി കഴിഞ്ഞാൽ വഴിക്ക് വീഴില്ല, അതുകൊണ്ടാണ് അവൾ ഇറങ്ങാത്തത്. ഒരു വട്ടം വഴിക്ക് വീണ കാരണം കൊണ്ട് തന്നെ നല്ല പേടിയാണ് കേട്ടോ. അതിനുശേഷം ഞാനിതാ പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. പിന്നെ വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്താണ് പിന്നെ വീഡിയോ
എടുക്കുന്നത്. വൈകുന്നേരം പറയുമ്പോൾ ഒരു 3 മണി മുതൽ കേട്ടോ. അപ്പോൾ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറിൽ നിറയെ വെട്ട് തുണികളാണ് കേട്ടോ. ഞാൻ തയ്ച്ചിട്ടുള്ള വെട്ട് തുണികളുണ്ടല്ലോ, ആ സംഭവങ്ങളാണ് ഒക്കെ ഈ കവറിൽ കെട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തലേദിവസം വന്ന ദിവസത്തിൽ എന്താ പറയുക, തുണികളൊക്കെ കുറേ ഇങ്ങനെ കൂമ്പാരമായിട്ടിരിക്കുന്നുണ്ട് കൊട്ടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേണ്ട തുണികളും വേണ്ടാത്ത തുണികളൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് വെട്ട് തുണികളെല്ലാം ഒരു കവറിലേക്ക് ആക്കി വെച്ചു കേട്ടോ. അതൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇലകളൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടും കിടക്കുന്നുണ്ട് കേട്ടോ, മഴയൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ. എന്നാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഈ തുണികൾ അതാണ് ഞാൻ 2 പാർട്ടായിട്ടാണ് കത്തിക്കുന്നത്. അവിടെ കുറച്ച് തുണികളിട്ട് ഇവിടെ കുറച്ച് തുണികൾ ഇട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും ഇലകളൊക്കെ ഒന്ന് കത്തിപ്പിടിക്കുള്ളൂ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മറ ഭാഗത്തുള്ളത് വേഗം കത്തിച്ചു. അത് കത്തണമൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കത്തണമൊക്കെ ഉണ്ട്. കത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എത്രയെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഉമ്മറത്ത് വൃത്തികേടായിട്ട് കിടക്കുക. മഴ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മഴ പോക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ മഴ പോട്ടെ എന്ന് വെച്ചിട്ട് തുണികൾ എന്ന് പറഞ്ഞ് ചപ്പൊക്കെ ഒന്ന് പരത്തിയിടും കേട്ടോ, ഉണങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ വരും മഴ കേട്ടോ. അപ്പോൾ അതൊന്നും നോക്കാന്നില്ല, വേഗം അതൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പക്ഷേ ഈ കിടക്കണ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ ഇവിടെ ആയിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് നേരം അത് കിടക്കട്ടെ, ഒരു ഇരുട്ടാകുമ്പോഴത്തേനും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ ഇട്ടു കേട്ടോ. അപ്പത്തിന് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് പറയുമ്പോൾ വിറകൊക്കെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ വെക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുക്കളുടെ ഈ പുറത്തേക്ക് എടുത്ത് അടുക്കളുടെ അവിടെ വെക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അവിടെ വെച്ച് കഴിഞ്ഞാൽ നിറയെ ചെതൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി വെക്കാത്ത കേട്ടോ. ഇവിടെ തിണ്ടത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ സീനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് അകത്ത് കൊണ്ടുവന്ന് വെക്കുകയാട്ടോ ചെയ്യാറ്. കത്തിക്കാനുള്ളത് അന്നേക്കുള്ളത് അവിടെ കൊണ്ടുവന്ന് വെക്കും, അല്ലാതെ വെച്ച് കൂട്ടി വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ തപ്പിത്തരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചീളുകളുണ്ടോ നോക്കുക കേട്ടോ, കനം കുറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അതുണ്ടോ നോക്കുകയാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് നല്ല എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അടുക്കളുടെ അവിടെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കാപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസുമ്മേ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ആ ഗ്യാപ്പിൽ വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. വലിയ അഴുക്കൊന്നും ഇല്ല, എന്നാലും വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ മേലെ കൂടെ ഇതുപോലെ എന്തോ വന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് പോണന്നെ ഇല്ല, അതെന്തോ കളറ് പോണ പോലെ, ഈ സ്റ്റീലിൻ്റെ കളർ ഇളകണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഇളകുന്നല്ല പറയണത്, അങ്ങനെ എന്തോ ഒരു പറ്റി പിടിച്ചിരിക്കണ പോലെ കേട്ടോ. അത് പോണന്നില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് ചുരണ്ടി നോക്കി കേട്ടോ, അത് പോണൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഇട്ടു അവിടെ. അതിനുശേഷം ഞാനിതാ കറിയൊക്കെ കുക്കറിലുള്ള സാമ്പാറല്ല കുമ്പളങ്ങ കറിയാണ്, അതൊക്കെ ഒന്ന് എടുത്തിട്ട് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു ട്രിപ്പ് പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഞാൻ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോറും കലം പിന്നെ അതുപോലെ തന്നെ കുക്കറൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അല്ലാത്ത കുറച്ച് പാത്രങ്ങൾ മാത്രമാണ് കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുക്കർ ഇത് ഒഴിവാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചോറും കലം കൂടി ഒഴിവാക്കിയിട്ട് വേണം അതും കൂടി കഴുകാനായിട്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, പണികളൊക്കെ ഏകദേശം ഒരുങ്ങി കേട്ടോ. ഇനി മേലെഴുകുക, കുട്ടികളുടെ മേലെഴുകുക. കിച്ചു വന്നോട്ടെ ഈ ഒരു ഗ്യാപ്പിൽ, അത് പറയാൻ മറന്നു ഞാൻ, കിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ട് കയറിയപ്പോൾ കണ്ട് നല്ലൊരു മഴ പെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ലൊരു മഴ പെയ്തു. ഇത്ര നേരം മഴക്കാർ ഇങ്ങനെ വരിക പോവുക മഴ ചാറ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അത്ര അറിയുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്, നനയാനുള്ള മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ട അവിടെ അങ്ങനെ നിന്നു. പിന്നെ തുണികളൊന്നും ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കറിയാം ഇന്ന് മഴ ദിവസമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും ചെയ്തില്ല. അങ്ങനെ പിന്നെ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. രാത്രി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ രാത്രി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറ് സാമ്പാർ ഉപ്പേരി രാവിലെ തന്നെയാണ്, പപ്പടം കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.